ജീവിതം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സന്തോഷം, വിജയം, നല്ല റിലേഷൻഷിപ്സ് ഇതൊക്കെ നേടാൻ എന്തോ വലിയ ഫോർമുല വേണമെന്ന് നമ്മൾ പലപ്പോഴും കരുതും. പക്ഷേ സത്യം അതല്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യങ്ങൾ ശരിക്കും വളരെ സിമ്പിളാണ്. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ സിമ്പിൾ ഉത്തരങ്ങൾ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇന്ന് നമ്മൾ അവഗണിക്കുന്ന ആ ലളിതമായ സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ പോവുകയാണ്. ഈ ഒരു വാചകമുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചിന്തയുടെ ആകത്തുക. നമ്മളെപ്പോഴും കൂടുതൽ സങ്കീർണമായ വഴികൾ തേടിപ്പോകുമ്പോൾ ശരിക്കുള്ള ഉത്തരം നമ്മുടെ കൺമുന്നിൽ തന്നെ വളരെ ലളിതമായി ഇരിപ്പുണ്ടാകും. പക്ഷേ നമ്മളത് കാണാറില്ല, അത്രയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ജീവിതത്തിലെ ഏറ്റവും വലിയ ചില സത്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ ഒരുപക്ഷെ വിഡ്ഢിത്തമായി തോന്നാം. നമ്മുടെ കോമൺ സെൻസിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ചില കാര്യങ്ങൾ. അങ്ങനെയുള്ള ചില വിരോധാഭാസങ്ങൾ നമുക്ക് നോക്കാം. ഇതിനെ ദി ബാക്ക്വേർഡ്സ് ലോ എന്ന് പറയും. അതായത്, ഒരു കാര്യത്തിനു വേണ്ടി നിങ്ങൾ എത്രത്തോളം കിണഞ്ഞു പരിശ്രമിക്കുന്നുവോ അത് അത്രത്തോളം നിങ്ങളിൽ നിന്ന് അകന്നുപോകും. കേൾക്കുമ്പോഴൊരുമാതിരി തോന്നുന്നുണ്ടല്ലേ? പക്ഷെ ഒന്നാലോചിച്ചു നോക്കൂ. എനിക്ക് സന്തോഷിക്കണം എന്ന നിർബന്ധം പിടിക്കുമ്പോഴുള്ള സന്തോഷം കൂടി പോകുകയല്ലേ ചെയ്യാറ്? അല്ലെങ്കിൽ ഉറങ്ങണമെന്ന് പറഞ്ഞ് കണ്ണടച്ച് കിടക്കുമ്പോൾ ഉറക്കം വരാതിരിക്കുന്നത് ഓർമ്മയില്ലേ? അതാണ് ഈ നിയമം. ഇതിനേറ്റവും നല്ലൊരു ഉദാഹരണമാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. വെള്ളത്തിൽ വീണാൽ രക്ഷപ്പെടാനായി നമ്മൾ കൈകാലിട്ടടിക്കുന്തോറും കൂടുതൽ വേഗത്തിൽ താഴോട്ടു പോകും. എന്നാൽ ഒന്നും ചെയ്യാതെ ശരീരം റിലാക്സ് ചെയ്താൽ നമ്മൾ സ്വാഭാവികമായി പൊങ്ങിക്കിടക്കും. ജീവിതത്തിലെ പല കാര്യങ്ങളും ഇതുപോലെയാണ്. ചിലപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്താണ്? വളരെ സിമ്പിളാണ്. നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. റോഡിലെ ട്രാഫിക്കോ മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്തു പറയുന്നു എന്നതോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ അവസാനത്തെ റിസൾട്ടോ നമ്മുടെ കയ്യിലല്ല. പക്ഷേ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ പ്രതികരണങ്ങളും അത് 100% നമ്മുടെ കൺട്രോളിലാണ്. അവിടെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ വിരോധാഭാസങ്ങൾ നിറഞ്ഞതായിരിക്കുന്നത്? ഉത്തരം നമ്മുടെ തലയ്ക്കുള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ തലച്ചോറിൻ്റെ ഒരു രഹസ്യ ഓപ്പറേറ്റിംഗ് സിസ്റ്റമുണ്ട്. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒരു നിമിഷം ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. രാവിലെ എന്ത് കഴിക്കണമെന്നത് മുതൽ ജോലി മാറണോ എന്നതുവരെയുള്ള വലിയ തീരുമാനങ്ങൾ, ഇതൊക്കെ എടുക്കുന്നത് ശരിക്കും നിങ്ങൾ തന്നെയാണോ? നിങ്ങളുടെ ലോജിക്കാണോ എല്ലാത്തിനും പിന്നിൽ? അതോ വേറെന്തെങ്കിലും ശക്തിയാണോ നിങ്ങളെക്കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്? ഉത്തരം ചിലപ്പോൾ നിങ്ങളെ ഞെട്ടിക്കും. നമ്മുടെ തീരുമാനങ്ങളിൽ 90% എടുക്കുന്നത് നമ്മുടെ ഇമോഷണൽ ബ്രെയിനാണ്. വെറും 10% തീരുമാനങ്ങൾക്കേ നമ്മുടെ ലോജിക് ഉപയോഗിക്കുന്നുള്ളൂ. അതായത്, ഒരു കാര്യം നമുക്ക് ശരിയെന്ന് തോന്നിയതിനു ശേഷം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ യുക്തിയെ കൂട്ടുപിടിക്കുന്നത്. കാരണം നമ്മുടെ തലച്ചോറ് ഒരു സത്യം കണ്ടെത്താനുള്ള മെഷീനല്ല. അത് ലോകത്തെ അതേപടി കാണുകയല്ല ചെയ്യുന്നത്. പകരം മുൻപരിചയമുള്ള പാറ്റേണുകൾ വെച്ച് കാര്യങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പാറ്റേൺ മാച്ചിംഗ് മെഷീനാണ്. ഇത് നമ്മൾ യാഥാർത്ഥ്യത്തെ കാണുന്ന രീതിയെ തന്നെ മാറ്റും. ഉദാഹരണത്തിന്, നമ്മളൊരു കാര്യം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കും. ബാക്കിയൊക്കെ കണ്ടില്ലെന്ന് നടിക്കും. അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള ഒരാൾ നല്ല സ്വഭാവമുള്ള ആളായിരിക്കും എന്ന് നമ്മൾ അറിയാതെ കരുതിപ്പോകും. ഇതൊക്കെ നമ്മുടെ തലച്ചോറ് യാഥാർത്ഥ്യത്തെ ഫിൽട്ടർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില കുറുക്കുവഴികളാണ്. അതുപോലെ തന്നെയാണ് ഓർമ്മകളുടെ കാര്യവും. നമ്മുടെ ഓർമ്മകൾ ഒരു ഡോക്യുമെന്ററി പോലെ റെക്കോർഡ് ചെയ്യപ്പെട്ട ഒന്നല്ല. ഓരോ തവണ നമ്മളൊരു കാര്യം ഓർക്കുമ്പോഴും ആ ഓർമ്മയെ നമ്മൾ ചെറുതായി മാറ്റി എഴുതുന്നുണ്ട്. അതിലെ വിട്ടുപോയ ഭാഗങ്ങൾ നമ്മുടെ തലച്ചോറ് പുതിയ വിവരങ്ങൾ വെച്ച് പൂരിപ്പിക്കും. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഓർമ്മകൾ ഫോട്ടോ കോപ്പികളില്ല, എഡിറ്റ് ചെയ്ത കഥകളാണ്. അപ്പോൾ നമ്മുടെ തലച്ചോറ് നമ്മളെങ്ങനെ കബളിപ്പിക്കുകയാണെങ്കിൽ ഇതിനെ എങ്ങനെ മറികടക്കാൻ പറ്റും? ഭാഗ്യവശാൽ കുറഞ്ഞ എഫർട്ട് കൊണ്ട് വലിയ റിസൾട്ട്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ചില സിമ്പിൾ നിയമങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് 80-20 നിയമം. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 80% ഫലങ്ങളും വരുന്നത് നമ്മുടെ വെറും 20% പ്രവൃത്തികളിൽ നിന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഫോണിലെ ഒരുപാട് ആപ്പുകളിൽ നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് വളരെ കുറച്ചെണ്ണമായിരിക്കും. അതുപോലെ നിങ്ങളുടെ ജോലിയിൽ ഏറ്റവും വലിയ മാറ്റമുണ്ടാക്കുന്ന ആ 20% കാര്യങ്ങൾ ഏതാണ്? ആ 20% കണ്ടെത്തി അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. നമ്മുടെ ദിവസത്തിലെ ഏകദേശം 40% കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഓട്ടോ പൈലറ്റ് മോഡിലാണ്. അതായത് ശീലങ്ങളുടെ പുറത്താണ്. എല്ലാ ശീലങ്ങൾക്കും ഈ 3 ഭാഗങ്ങളുണ്ട്: ഒരു സൂചന, ഒരു പ്രവൃത്തി, പിന്നെ ഒരു പ്രതിഫലം. ഉദാഹരണത്തിന്, ബോറടിക്കുന്നു, സൂചന; ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ നോക്കുന്നു, പ്രവൃത്തി; ഒരു ചെറിയ സന്തോഷം കിട്ടുന്നു, പ്രതിഫലം. ഒരു ശീലം മാറ്റണമെങ്കിൽ ഈ നടുവിലുള്ള പ്രവൃത്തി മാത്രം മാറ്റിയാൽ മതി. ഇനി ചെറിയ ശീലങ്ങളുടെ അവിശ്വസനീയമായൊരു ശക്തിയെപ്പറ്റി പറയാം. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന നമ്മൾ ദിവസവും എടുക്കുന്ന ഒരു ചെറിയ തീരുമാനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ഉദാഹരണത്തിന്, എല്ലാ ദിവസവും വെറും 1%,
1% മാത്രം മെച്ചപ്പെടുക. അത് എന്ത് കാര്യത്തിലുമാവാം. വളരെ ചെറുതായി തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഒരു വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഉത്തരം ഇതാണ്: 3778%. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ദിവസവുമുള്ള ആ ഒരു ശതമാനം നിങ്ങളെ ഒരു വർഷം കൊണ്ട് ഏകദേശം 38 മടങ്ങ് മികച്ച വ്യക്തിയാക്കും. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ മാജിക്. ചെറിയ ശീലങ്ങൾ കാലക്രമേണ വലിയ മാറ്റങ്ങളുണ്ടാക്കും. അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളെല്ലാം ചേർത്തുവെച്ചാൽ ജീവിതം ജീവിക്കാനുള്ള ആ ഒരു അൾട്ടിമേറ്റ് ചീറ്റ് കോഡ് എന്തായിരിക്കും? നമുക്ക് നോക്കാം. ജീവിതത്തിനുള്ള ആ സിമ്പിൾ നിയമം ഇതാണ്: വെറും 3 കാര്യങ്ങൾ. 1. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ അതിന്റെ വഴിക്ക് വിടുക, അത് അംഗീകരിക്കുക. 2. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ, അതായത് നിങ്ങളുടെ പ്രവൃത്തികളിലും പ്രതികരണങ്ങളിലും മാസ്റ്ററാവുക. 3. എല്ലാ ദിവസവും 1% മെച്ചപ്പെടുക. ബേസിക്കലി ജീവിതമെന്നത് ഈ 3 കാര്യങ്ങളാണ്. ഓർക്കുക, ജീവിതമെന്നത് നമ്മൾ കണ്ടെത്തുന്ന ഒന്നല്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ ഓർമ്മകൾ ഒരു കഥയാണെങ്കിൽ മറക്കരുത്, ആ കഥയുടെ എഡിറ്റർ നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ കഥയുടെ അടുത്ത അധ്യായത്തിൽ നിങ്ങൾ എന്താണ് എഴുതാൻ പോകുന്നത്?